ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ നമ്മൾ ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്, മിൽക്ക് പുഡിങ്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പേക്ക് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാൽപ്പൊടിയാണ് ആവശ്യമുള്ളത്. അതിന് ഞാനിതാ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലവർ ആണ്. ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്നത് വരെ ഇതുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും ചാനലിൽ പോയി നോക്കുക. അപ്പോൾ ഇതാ നമ്മളെ പാലൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് മധുരം ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു 2 ടേബിൾ സ്പൂൺ മധുരമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്, പഞ്ചസാര. പിന്നെ ഞാനിതൊരു തവിയിലായിരുന്നു ഇട്ടത്. ടേബിൾ സ്പൂൺ ആകുമ്പോൾ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിതിന് മധുരം ആവശ്യമായിട്ട് നമുക്ക് കൂട്ടിയും കുറക്കൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പാലൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ശരിക്കും നന്നായിട്ട് കുറുകണത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഇതാ ഏകദേശം നമ്മളെ പാലിവിടെ കുക്കായി വരുന്നുണ്ട്. അത് കണ്ടാൽ തന്നെ അറിയും, നല്ലൊരു കട്ടിയിൽ ക്രീമി പോലെ തന്നെ ആയി വരും. അതുവരേക്കും നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഇത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ മധുരത്തിന് ആവശ്യമായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമ്മൾക്ക് ഒരു ബോട്ടിലിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ ആ ബോട്ടിൽ നമ്മൾ കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് 4 ഭാഗത്ത് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ഞാനിത് ഈ പാത്രത്തിൻ്റെ 4 സൈഡും ഇതുപോലെ ഒന്ന് ബട്ടറോ നെയ്യോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറുകിയ ഈ പാല് തണുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. ഫ്രിഡ്ജിലൊരു 3-4 മണിക്കൂർ ഇത് സൂക്ഷിച്ചേക്കാം. എങ്കിലാണ് ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരിക കേട്ടോ. അപ്പോൾ ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം 3-4 മണിക്കൂറൊന്നും ആയിട്ടില്ല കേട്ടോ. അതിനു മുമ്പേ നമ്മൾ പുഡിങ് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാണ്ടെങ്കിൽ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിനൊന്നും സമയമില്ല. നമുക്ക് കുട്ടികൾക്ക് ഇതുപോലെ തിന്നാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മേലെ കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്നും നമുക്ക് കോരി കഴിക്കാനുള്ളൂ. നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ഉറച്ചതിന് ശേഷം കഴിക്കാം, കട്ട് ചെയ്ത് കഴിക്കാം. അല്ലാണ്ടെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടും കഴിക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.